സംസ്ഥാന സർക്കാരിന്റെ വേഗ റെയിൽ പാതാ പദ്ധതിയായ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പ്രായോഗികമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. RRTS തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നാണ് ഇ ശ്രീധരന്റെ വിമർശനം. താൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കേരളത്തിന് അനുയോജ്യം. സിൽവർ ലൈൻ പദ്ധതി താനാണ് ഇല്ലാതാക്കിയത് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിനെതിരെയും ഇ ശ്രീധരൻ രംഗത്തെത്തി. അതിവേഗ റെയിലിനെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ സംസ്ഥാനത്ത് തുടരുകയാണ്. നിലവിൽ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിയും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച RRTS റെയിൽ സംവിധാനവുമാണ് ചർച്ചയാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതി അത്ഭുതമുണ്ടാക്കിയെന്നും മണ്ടൻ പദ്ധതിയെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ. അതൊരു സർപ്രൈസ് ആയിരിക്കും. ഡൽഹിയിലുള്ള RRTS അത് കൺസീവ് ചെയ്തും അത് കൊണ്ടുവന്നൊക്കെ ഞാനാ. അതിൻ്റെ ഉദ്ദേശം സബർബൻ സർവീസ് സിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെ ഒരു ഹൈ സ്പീഡ് കണ്ടിന്യൂസ് റെയിൽവേ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. മത്സരിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞയാൾ അതിവേഗ റെയിൽ പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും നടന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വിമർശിച്ചിരുന്നു. കെ റെയിലിന് എതിരെ നിന്നതും ഇ ശ്രീധരൻ എന്ന പരോക്ഷ വിമർശനവും മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. ഈ റെയിലിന് അദ്ദേഹം ഇടുന്ന പേര് അതിവേഗ റെയിൽ എന്നാണ്. നമ്മൾ വളരെ അധിക സ്പീഡല്ല നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ആവട്ടെ, ഏതായാലും ഞങ്ങൾ അംഗീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അങ്ങനൊരു കാര്യം ഉള്ളതായിട്ടില്ല. അപ്പോൾ സംസാരിക്കുമോ? മുഖ്യമന്ത്രിയുടെ വിമർശനം ഇ ശ്രീധരൻ തള്ളി. കെ റെയിൽ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ അന്നുതന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നുവെന്ന് ഇ ശ്രീധരൻ. കെ റെയിൽ ഇല്ലാതാക്കിയത് ഞാനാണല്ലോ. അതും ഇതായിട്ട് പറഞ്ഞു. ശ്രീധരനാണ് മുടക്കിയത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അതിവേഗ റെയിൽ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്ത പണിയുമായ ഒരു ദുരുദ്ദേശത്തെ കൊണ്ട് പലത് പറഞ്ഞു. അത് ശരിയല്ല. ഇതിപ്പോൾ ഒരു സ്റ്റണ്ട് മര്യാദ, ഒരു ഇലക്ഷൻ സ്റ്റണ്ട്. താൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ടെന്നും സംസ്ഥാന സർക്കാർ സഹകരിച്ചില്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ഇ ശ്രീധരൻ അവകാശപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ രണ്ട് പദ്ധതികളെ പറ്റിയും ചർച്ചകൾ സജീവമാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.